ദിവീ ശരണം അമ്മേ. ഭദ്രം ത്രിഭുവനവാസികൾക്കുമരുളാൻ ഭൂവിൽ വന്നമരുന്ന ദേവവനിതേ. ഭാനുവുദിച്ചിതു പൂർവശൈലശിഖരേ. ഭദ്രകാളീ ഭവാനീ മമ മാതേ. തവ സുപ്രഭാതം. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. സപ്തമസ്കന്ധത്തിലെ 37-ാമത്തെ അധ്യായമാണ് ഇന്നു മുതൽ ആരംഭിക്കുന്നത്. ഭക്തി മഹിമയെക്കുറിച്ച് ദേവി ദേവന്മാർക്കും ഹിമവാനും പറഞ്ഞു കൊടുക്കുന്ന ഭാഗങ്ങളാണ് ഈ അധ്യായത്തിലെ വിഷയങ്ങൾ. ഹിമവാന്റെ ചോദ്യത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. സ്വീയാം ഭക്തിം വദസ്വാംബ യേന ജ്ഞാനം സുഖേന ഹി ജായതേ മനുജാസ്യാസ്യ മധ്യമസ്യ വിരാഗിണ. ദേവിയോട് പ്രാർത്ഥിക്കണോ ദേവി, ഈ രാജമാർഗം വൈരാഗ്യരഹിതനായിക്കൊണ്ട് പോകാനായി എനിക്ക് ഒരു സുഗമമായിട്ടുള്ള മാർഗമല്ലല്ലോ. എന്നെപ്പോലെയുള്ളവർക്ക് സുഖമായും അനായാസമായും ജ്ഞാനം നേടാവുന്നതായിട്ടുള്ള ആ ഭക്തിയോഗത്തെപ്പറ്റി പറഞ്ഞു തന്നാലും എന്ന് പറയാണ്. അപ്പോൾ ദേവി ഇവിടെ യമം നിയമാദികളിൽ കൂടി അഷ്ടാംഗ യോഗങ്ങളിൽ കൂടി എങ്ങനെയാണ് ആ യോഗമാർഗത്തിൽ കൂടി ആ പരബ്രഹ്മതത്വത്തെ അറിഞ്ഞ് മൂലാധാരം മുതലായിട്ടുള്ള ഷഡ്ചക്രങ്ങളിൽ കൂടി പ്രാണായാമ വിധാനേന ആ ബ്രഹ്മത്തിലേക്ക് ലയിക്കാനായിട്ടുള്ള യോഗമാർഗ കാര്യങ്ങളെയാണ് ഇതുവരെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഈ മാർഗങ്ങൾ, യോഗമാർഗം, ക്രിയാമാർഗം അഥവാ കർമ്മമാർഗം, അതേമാതിരി ജ്ഞാനമാർഗം, ഭക്തിമാർഗം, അങ്ങനെ 4 മാർഗങ്ങളിൽ കൂടിയൊക്കെ നമുക്ക് ആ ബ്രഹ്മത്തിൽ, പരാശക്തിയിൽ മനസ്സിനെ ലയിപ്പിക്കാൻ കഴിയും. പക്ഷെ മറ്റ് മാർഗങ്ങളൊക്കെ തന്നെ വളരെ കഷ്ടമുള്ളതാണ്. എത്താൻ കഴിയുമെന്നുണ്ടെങ്കിലും അത്ര സുഗമമല്ല. ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലും ആ മാർഗങ്ങളെപ്പറ്റിയൊക്കെ കുറേശ്ശെ സൂചിപ്പിച്ചുകൊണ്ട് ശ്രീശുകനായാലും കപിലവാസുദേവനായാലും ഒക്കെ പറയുന്നത് ആ ഭക്തിമാർഗം തന്നെയാണ് ഏറ്റവും എളുപ്പവും ശ്രേഷ്ഠവും എന്നാണ്. കാരണം ഈ യോഗമാർഗങ്ങളൊക്കെ ഇപ്പം നേരത്തെ കേട്ടുവല്ലോ നമ്മൾ, മനസ്സിലാക്കാൻ തന്നെ അതികഠിനമാണ്. പിന്നെ അതൊക്കെ പ്രാവർത്തികമാക്കുക എന്നുള്ളത് സംഭാവ്യമേ അല്ല ഇന്നത്തെ കാലത്ത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുന്ന ഒരു ഗുരുവിനെ കിട്ടണ്ടേ, എന്നാലല്ലേ പറ്റുള്ളൂ. അങ്ങനെ അതൊക്കെ ചെയ്യാൻ കഴിയുന്ന ആ തലത്തിലേക്കൊക്കെ എത്തിയതായിട്ടുള്ള ഗുരുനാഥന്മാർ തന്നെ, ആചാര്യന്മാർ തന്നെ ഇന്ന് നമുക്ക് ഇല്ലാതീർത്തും എന്ന് വേണമെങ്കിൽ പറയാം. ഇനി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെവിടെയാണ്, എന്താണെന്നുള്ളത് പോലും ആർക്കും അറിയില്ല. അപ്പോൾ അതൊക്കെ വലിയ കഠിനമായിട്ടുള്ള മാർഗങ്ങൾ. ആ മാർഗങ്ങളിലൊക്കെ പോയാൽ ഒന്നും എവിടെ എത്തില്ല. ചിലപ്പോൾ അതൊക്കെ നമ്മളെ ഉപകാരത്തിലധികം ഉപദ്രവമായി തീരും. ചിത്തഭ്രമമൊക്കെ പിടിക്കും അതിലൊക്കെ പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ. അത് വേണ്ട വിധത്തിൽ ഗുരുനാഥന്മാരിരുന്ന് അതിനെ ഉപദേശിച്ച് തന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയാലൊക്കെ അത് പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അത് ഇപ്പം നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ, വെളുക്കാൻ തേച്ചത് വേണ്ടായി എന്ന മാതിരിയായിത്തീരും. ബ്രഹ്മോട്ട് കിട്ടൂല്ല, ഉള്ള ബുദ്ധി ഭ്രമിക്കുകയും ചെയ്യും, ബുദ്ധിഭ്രംശം ഉണ്ടാവുന്ന അർത്ഥം. അപ്പം ആ മാർഗങ്ങളൊക്കെ അത്ര സുഗമമല്ല എന്നർത്ഥം. അതുകൊണ്ടാണ് കലിയുഗത്തിൽ പ്രത്യേകിച്ചും എല്ലാവരും
പറയുന്നത് ഭക്തിമാർഗത്തിലേക്ക് പോകൂ, ഭക്തിമാർഗത്തിലേക്ക് പോകൂ. കാരണം സുഗമമാണ്. ആ മാർഗത്തിൽ പോകാൻ അനേകം നമുക്ക് ഉപാധികളുണ്ട്. കൊണ്ടുപോകാൻ, കൈപിടിച്ച് കൊണ്ടുപോകാൻ കഴിവുള്ള ഗുരുനാഥന്മാർ, ആചാര്യന്മാരൊക്കെ ഉണ്ട്. ഭാഗവതാദി ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട് പലതും. അപ്പം അതൊക്കെ സുഗമമായിട്ട് നമ്മൾ എത്തിക്കാൻ ഉള്ള ഉപാധികളുണ്ട് എന്നർത്ഥം. അപ്പം അതാണ് ഇവിടെ പറഞ്ഞത്. ഇപ്പോൾ ദേവി ഈ മാർഗങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും ഒരു സാധാരണ വ്യക്തിക്ക്, ഒരു രാജാവായിരിക്കുന്ന തനിക്കൊക്കെ അത്തരത്തിലുള്ള മാർഗങ്ങളെയെല്ലാം സ്വീകരിച്ച് പോവുക എന്നുള്ളത് വളരെ കഠിനമായിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ ഭാഗവത മഹാപുരാണത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഭരതയോഗീശ്വരൻ ആ യമനിയമാദികളിൽ ധാരണ വരെ എത്തി 6 പടി കയറിയ ആളാ. ഇനി ധ്യാനം സമാധി മാത്രമേ വേണ്ടൂ എന്ന് പറഞ്ഞിട്ടാണ് കൊട്ടാരവും വീടും രാജ്യഭരണവും മക്കളും ഭാര്യയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഗണ്ഡകി നദിയുടെ കരയിലുള്ള പുലഹാശ്രമത്തിലേക്ക് പോയത്. എന്തുണ്ടായി? അതൊന്നും അവിടെ സാധ്യമായില്ല. ബാക്കിയുള്ളത് മാൻ എന്ന് ഒരു മാൻകുട്ടി പ്രാരാബ്ധമായിട്ട് വന്നുപെട്ടു. പിന്നെ അതിൻ്റെ പിന്നിലായി. പിന്നെ മാനായി ജനിച്ചു. പിന്നെ വീണ്ടും ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു. അങ്ങനെ 1-2 ജന്മങ്ങളൊക്കെ എടുത്ത് കുറേ കഷ്ടങ്ങളൊക്കെ അനുഭവിച്ചിട്ടാണ് പിന്നീട് പോയിട്ട് അദ്ദേഹത്തിന് മുക്തി എന്നുള്ള മാർഗത്തിലേക്ക് എത്താൻ കഴിഞ്ഞത്. ഇപ്പോൾ ഭരതയോഗീശ്വരനെ പോലെയുള്ളവർക്ക് തന്നെ ആ മാർഗത്തിലൊക്കെ ഇത്രയും വിലംബനങ്ങളാണ് എന്ന് പറയുമ്പോൾ സാധാരണക്കാരുടെ ഒക്കെ കാര്യങ്ങൾ പറയണോ നമുക്ക്? ഈ യമം നിയമം എന്നുള്ള അഷ്ടാംഗയോഗത്തിൽ ഈ യമം എന്നുള്ള ആദ്യത്തെ ആ ഒരു ഭാഗം തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് ആ 10 കാര്യങ്ങൾ പറഞ്ഞുവല്ലോ, നമുക്കത് നേടിയെടുക്കാൻ കഴിയുമോ? എന്നാൽ തന്നെ വലിയ കാര്യമായി. അത് തന്നെ പറ്റാത്തുള്ള സ്ഥിതിയിലാണ് ഇപ്പം നമ്മളൊക്കെ ഇരിക്കുന്നത്. അപ്പം അത് കാരണം കൊണ്ട് ഇവിടെ ചോദിക്കുകയാണ്, ആ ഭക്തിയോഗത്തെ എളുതായിട്ടാണ് പറയണത്. അതിനെ ഒന്ന് മനസ്സിലാക്കി തരൂ, പറഞ്ഞു തരൂ എന്ന് ദേവിയോട് പ്രാർത്ഥിക്കണം. ദേവി പറയാണ്, രാജൻ, മോക്ഷപ്രാപ്തിക്ക് പ്രസിദ്ധങ്ങളായിട്ടുള്ള ഇവിടെ പറയണത് 3 മാർഗങ്ങളാണെന്നാണ്. കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം. ഇവിടെ ഈ അഷ്ടാംഗയോഗമാർഗത്തെ കർമ്മയോഗത്തിൽ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം എന്ന 3 മാർഗങ്ങൾ പറയുന്നു. മറ്റു ചില പുരാണങ്ങളിലും മറ്റു ചില ശാസ്ത്രങ്ങളിലും ആചാര്യന്മാർ ക്രിയായോഗം അഥവാ കർമ്മയോഗം, പിന്നെ ഈ അഷ്ടാംഗയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം, അങ്ങനെ 4 മാർഗങ്ങളെന്ന് പറയുന്നു. എല്ലാം ഒന്ന് തന്നെ. ഇതിൽ 2 എണ്ണം ഒന്നിൽ ഉൾക്കൊള്ളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ 14 ലോകങ്ങൾ അല്ലെങ്കിൽ 3 ലോകങ്ങൾ എന്ന് പറയണില്ലേ എന്നത് മാതിരി തന്നെയാണ്. ഭുവർലോകം, സുവർലോകം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം, 6 കൂട്ടിയിട്ട് ഒരു ലോകം എന്ന് പറഞ്ഞു. ഭൂമിയെ തനിതായിട്ടൊരു ലോകം എന്ന് പറഞ്ഞു. അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം എന്ന് പറഞ്ഞ 8 ഒന്നാക്കി. അങ്ങനെ ത്രിലോകങ്ങൾ എന്നും പറയും. ഇതിനൊക്കെ കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ 14 ലോകങ്ങളെന്ന് പറയും. അല്ല, ഇതിനെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു ബ്രഹ്മാണ്ടം എന്ന്, ഏകം എന്നും പറയും. അപ്പം ഇത് വസ്തുവൊക്കെ ഒന്ന് തന്നെയാണ്, അതിൽ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് 3 യോഗങ്ങൾ എന്നാണ് പറയണത്. കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം. മാർഗത്രയോമേ വിഖ്യാത മോക്ഷപ്രാപ്തൗനകാധിഭ കർമ്മയോഗോ ജ്ഞാനയോഗോ ഭക്തിയോഗശ്ച സത്തമാ. അപ്പോൾ ആ 3 യോഗങ്ങളാണ് ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ഈ 3 യോഗങ്ങളിൽ ഏത് പ്രകാരത്തിൽ ചെയ്യാൻ എളുപ്പമാണോ അത് ഭക്തിയോഗമാണ്, സുലഭമാണ്, വൃത്തികൾ കൊണ്ട് സാധിക്കുന്നതാണ്. ശരീരത്തിനെയോ മനസ്സിനെയോ പീഡിപ്പിക്കാതെ ക്ലേശിപ്പിക്കാതെ കണ്ട സുഗമമായിട്ട് ചെയ്യാവുന്ന